everyone and I'm welcoming you all to today's session. അപ്പോൾ ടീച്ചേഴ്സ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഏപ്രിലിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1ലെ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകത്തെ തിരിച്ചറിയുക. ഓപ്ഷൻ എ വിദ്യാലയം, ഓപ്ഷൻ ബി മാധ്യമങ്ങൾ, ഓപ്ഷൻ സി അധ്യാപകർ ആൻഡ് ഓപ്ഷൻ ഡി ബുദ്ധിശക്തി. സോ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് അല്ലേ? നമുക്ക് ഒറ്റ വായനയിൽ തന്നെ ഉത്തരം കിട്ടും. ഇതാണ് ചോദ്യം: ചുവടെ തന്നിരിക്കുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകങ്ങൾ ഏത്? നമുക്കറിയാം, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് വ്യക്തിപരമായ ഘടകങ്ങളാണ്, അതായത് പേഴ്സണൽ തിങ്സ് ആണ്. രണ്ടാമത്തേതോ പാരിസ്ഥിതിക ഘടകങ്ങൾ അഥവാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തിപരമായ ഘടകങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, വിദ്യാലയം ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ ഘടകമാണോ? അല്ല, അത് വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന അല്ലെ, വിദ്യാലയം, അധ്യാപകർ തുടങ്ങിയവയൊക്കെ വിദ്യാർത്ഥിക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ തന്റെ ചുറ്റുപാടുമുള്ള ഘടകങ്ങളാണ്. അതിനെ നമുക്ക് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അഥവാ പാരിസ്ഥിതിക ഘടകത്തിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഇനി മാധ്യമങ്ങളോ? മാധ്യമങ്ങളും അതുപോലെ തന്നെയാണ്, അതും പാരിസ്ഥിതിക ഘടകങ്ങളാണ് അല്ലെ, വിദ്യാർത്ഥിയുടെ ചുറ്റുപാടുമുള്ള ഘടകങ്ങളാണ്. ഇനി അധ്യാപകരോ? അധ്യാപകരും അങ്ങനെ തന്നെയാണ്, വിദ്യാർത്ഥിയുടെ ഇല്ലേ ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലാണ് അത് വരിക. ഇനി ബുദ്ധിശക്തിയോ? ബുദ്ധിശക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഘടകത്തെ അഥവാ പേഴ്സണൽ തിങ് ആണ് എന്ത്? ബുദ്ധിശക്തി. അപ്പം അത് തീർത്തും ആ വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം എന്തായിരിക്കും? ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ബുദ്ധിശക്തിയാണ് വരിക. നോക്കൂ, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പ്രധാനമായും വ്യക്തിപരമായ ഘടകങ്ങൾ അഥവാ പേഴ്സണൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതിക ഘടകങ്ങൾ അഥവാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്നിങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ പഠിതാവിന്റെ ഉള്ളിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഘടകങ്ങളെയാണ് വ്യക്തിപരമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തി, ഇന്റലിജൻസ് എന്നത് ഓരോ വ്യക്തിയുടെയും ആന്തരികമായ കഴിവാണ്. അപ്പം ഇതിനെ നമ്മൾ എന്തിനാണ് പെടുത്തുക? വ്യക്തമായും ഇതൊരു വ്യക്തിഗത ഘടകമാണ്. ഇനിയിപ്പോ മറിച്ച് വിദ്യാലയം, അതുപോലെ തന്നെ മാധ്യമങ്ങൾ, ഇവയൊക്കെ കുട്ടിയുടെ പഠനത്തെ പുറത്തു നിന്നും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ? കുട്ടിയുടെ ചുറ്റുപാടും ഉള്ള ഘടകങ്ങളാണ്, കുട്ടിയുടെ ഉള്ളിലുള്ളതല്ല, പുറത്തു നിന്ന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇവയെ നമ്മൾ പാരിസ്ഥിതിക ഘടകങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തുന്നു. ഇനി നോക്കൂ, കുട്ടിയുടെ ഗ്രഹണശേഷി, കുട്ടി എങ്ങനെയാണ് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുന്നത്, ചിന്താശേഷി, കുട്ടിയുടെ ആ ഒരു തിങ്കിങ് എബിലിറ്റി, കുട്ടിയുടെ ഓർമ്മശക്തി അഥവാ മെമ്മറി, ഇവയൊക്കെ കുട്ടിയുടെ ബുദ്ധിശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ്. കൂടാതെയോ കുട്ടിയുടെ താല്പര്യം അഥവാ ഇൻട്രസ്റ്റ്, മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ശാരീരിക ആരോഗ്യം, കൂടാതെ അഭിപ്രേരണ എന്നിവയും എന്ത് ചെയ്യാറുണ്ട്? ഈ കുട്ടിയുടെ വ്യക്തിപരമായ ഘടകങ്ങളിൽ ഉൾപ്പെടാറുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏത്? ഓപ്ഷൻ എ ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ബി ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ വിനിമയം നടത്താതിരിക്കുക. ഓപ്ഷൻ സി ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക. ആൻഡ് ഓപ്ഷൻ ഡി ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ: ചുവടെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകമേത്? ഇവിടെ നമുക്ക് തടസ്സപ്പെടുത്തുന്ന ഘടകത്തെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? ഒറ്റ ഈ ഓപ്ഷൻ വായിച്ചതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിൽ എത്താൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഓരോ ഓപ്ഷനും ഒന്ന് കൃത്യമായിട്ട് നോക്കാം. ഒന്നാമത് നോക്കൂ, ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക.
ഒരു ടീച്ചർ കുട്ടി ബന്ധത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ടീച്ചറും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ടീച്ചർക്കും കുട്ടിക്കും ഇടയിൽ എന്ത് ചെയ്യണം? പഠന കാര്യങ്ങളിൽ നടന്നിരിക്കണം. മറിച്ചാണെങ്കിൽ അവരുടെ ആശയവിനിമയത്തിലുള്ള ആ പ്രശ്നം കുട്ടിയെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിൽ വരെ എന്താക്കാൻ ചാൻസ് ഉണ്ട്? പിന്നോട്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കൂ, പഠന പ്രക്രിയയിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ആശയവിനിമയം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുന്നത് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും സംശയങ്ങൾ ചോദിക്കുന്നതിലും തടസ്സമുണ്ടാക്കും. മാത്രമല്ല ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും പിന്നീട് പഠന പ്രക്രിയയിൽ തന്നെ കുട്ടി പിന്നോട്ടായി പോവാനുമുള്ള സാധ്യത ഇവിടെയുണ്ട്. ആശയവിനിമയത്തിലെ പോരായ്മകൾ മൂലം പാഠഭാഗങ്ങൾ തെറ്റായി ഗ്രഹിക്കപ്പെടാനും പഠനത്തിൽ പിന്നോക്ക അവസ്ഥ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഓപ്ഷൻ എയിൽ പറയുന്ന പ്രോത്സാഹനം കുട്ടിയുടെ പഠനത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇനിയോ ഓപ്ഷൻ സിയിലെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രേരണ കുട്ടിയെ എന്ത് ചെയ്യും? കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഓപ്ഷൻ ഡിയോ, ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ രൂപീകരിക്കുന്നത് വഴി കുട്ടിക്ക് കൺസെപ്റ്റ് കൂടുതൽ ക്ലിയർ ആവുകയും കുട്ടി പഠന കാര്യങ്ങളിൽ മികവ് പുലർത്താനും സാധ്യതയുണ്ട്. എന്നാൽ ഓപ്ഷൻ ബിയോ, ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക, അത് തീർച്ചയായും കുട്ടിയുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. നമുക്കറിയാം, നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ, ടീച്ചറും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുട്ടിയുടെ പഠനത്തിലെ ഉയർച്ചയെ ബാധിക്കുമെന്ന് നമുക്ക് ക്ലിയർ ആയി. അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരവും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ ഏത് തരം ബുദ്ധിശക്തിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? അതെ, ഹോവാർഡ് ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അഥവാ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ നിന്നാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. സ്ഥലപര ബുദ്ധി, ഇംഗ്ലീഷിൽ എന്ത് പറയും? സ്പേഷ്യൽ ഇന്റലിജൻസ് അല്ലേ. ഓപ്ഷൻ ബിയോ, ശാരീരിക ചലനപര ബുദ്ധി, ഇംഗ്ലീഷിൽ അതിനെ കൈനേസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയും. ഇനി സംഗീതപരമായ ബുദ്ധിയാണ് ഓപ്ഷൻ സിയിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും. ഇനി ഫൈനൽ വൺ നോക്കൂ, ഭാഷാപരമായ ബുദ്ധി അഥവാ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാം. സോ ആദ്യത്തെ വരുന്നത് ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. അപ്പൊ അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഹോവാർഡ് ഗാർഡ്നർ 1983 രചിച്ച ദ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ബുക്കിനെ ആധാരമാക്കിയിട്ടാണ് അദ്ദേഹം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതിൽ 8 എണ്ണമാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. പിന്നീട് 21st സെഞ്ചുറിയിൽ അദ്ദേഹം വീണ്ടും അത് ഒരെണ്ണം 9ാമത്തെ ഒരെണ്ണം കൂടെ കൂട്ടിയിട്ട് അദ്ദേഹം റീറൈറ്റ്, അതായത് പുതിയൊരു ബുക്ക് കൂടെ പബ്ലിഷ് ചെയ്യേണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആ 8 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. അപ്പം അതില് ചോദ്യം ഇതാണ്, കുട്ടിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിക്കുകയാണ്. അത് കുട്ടിയുടെ ഏത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? നോക്കൂ, ആദ്യത്തേതാണ് സ്പേഷ്യൽ ഇന്റലിജൻസ് അഥവാ ദൃശ്യസ്ഥലപര ബുദ്ധി. ഈ ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ എഞ്ചിനീയേഴ്സ് നമ്മുടെ ഈ പ്ലാൻ ഒക്കെ വരയ്ക്കുന്ന ആർക്കിടെക്ട്, ഇവർക്കൊക്കെ ഈ ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലായിരിക്കും. ഇപ്പൊ സ്പേസ് ഇപ്പൊ നാരോ ആണോ, ഇടുങ്ങിയതാണോ, അല്ലെങ്കിൽ വലുതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, അത്തരം കഴിവുകളൊക്കെ ഈ സ്പേഷ്യൽ ഇന്റലിജൻസിലാണ് വരിക. ഇനി രണ്ടാമത്തെ നോക്കൂ, ശാരീരിക ചലനപര ബുദ്ധി അഥവാ കൈനേസ്തെറ്റിക് ഇന്റലിജൻസ്. ഈ കൈനേസ്തെറ്റിക് ഇന്റലിജൻസിൽ വരുന്നത് നമ്മുടെ ഈ ശരീരം ഉപയോഗിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള കഴിവ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഡാൻസ് കളിക്കുന്ന നർത്തകന്മാർക്കും അതുപോലെ തന്നെ അത്ലറ്റ്സിനും ഒക്കെ അവർക്ക് ബോഡിയെ, അതായത് അവർ മൈൻഡ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് ബോഡിയെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതാണ് കൈനേസ്തെറ്റിക് ഇന്റലിജൻസിൽ വരുന്നത് അഥവാ ശാരീരിക ചലനപര ബുദ്ധിയിൽ വരുന്നത്. ഇനി മൂന്നാമത്തതോ സംഗീതപരമായ ബുദ്ധി അഥവാ മ്യൂസിക്കൽ അല്ലെങ്കിൽ റിതമിക് ഇന്റലിജൻസ് എന്നും പറയാറുണ്ട്. ഇവിടെ ഈ മ്യൂസിക്കൽ ഇന്റലിജൻസിൽ കുട്ടിക്ക് പാട്ട് പാടാനുള്ള കഴിവും
പാട്ട് ആസ്വദിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. ഇനി അവസാനത്തതോ, അതായത് ഈ ഓപ്ഷനിൽ അവസാനത്തതോ, ഭാഷാപരമായ ബുദ്ധി. ഇവിടെയാണ് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കുട്ടിക്ക് ഭാഷ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഭാഷ മനസ്സിലാക്കാനും നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനുമുള്ള കഴിവാണ് ഇവിടെ വരിക. നമ്മുടെ ഈ ഒറേറ്ററൊക്കെ ഇല്ലേ, പ്രാസംഗികര്, എഴുത്തുകാര്, ഇവർക്കൊക്കെ എന്തുണ്ടാവും? ഈ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം കിട്ടിയ ഒരു കുട്ടിക്ക് ഏത് ഇന്റലിജൻസ് ആണ് ഉണ്ടാവുക? അതെ, തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഭാഷാപരമായ ബുദ്ധി അഥവാ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ നിന്നും കുട്ടിക്ക് ഉണ്ടാവുക. നോക്കൂ, അതെ, ഹോവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് വാക്കുകൾ കൃത്യമായും ഫലപ്രദമായും ഉപയോഗിക്കാനുള്ള കഴിവിനെയാണ് ഭാഷാപരമായ ബുദ്ധി അഥവാ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1983 അദ്ദേഹം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക്, എന്താണ് ബുക്കിന്റെ പേര്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം 8 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതായത് 8 തരം ബഹുമുഖ ബുദ്ധികൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചിലത് കൂടിയിരിക്കും, ചിലത് കുറഞ്ഞിരിക്കും, ചില വ്യക്തികൾക്ക് എല്ലാം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എനിക്കൊന്ന് ഡാവിഞ്ചിയിലാണ് ഇത് മുഴുവനുമായിട്ട് ഉള്ളത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ദൃശ്യ സ്ഥലപര ബുദ്ധി. ഇത്തരം ആൾക്കാർക്ക് ഈ സ്പേസ്, അതെ, നാരോ ആണോ വൈഡൻ ആണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള, മെയിനായിട്ട് ആർക്കിടെക്റ്റുകാർക്കൊക്കെയാണ് ഇതുണ്ടാവുക. രണ്ടാമത്തേതാണ് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഈ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു അല്ലേ അത്? ഭാഷ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ വാക്കുകൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് അത് ഉപയോഗിക്കാനുള്ള കഴിവ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ എഴുത്തുകാർക്കും ഒറേറ്റേഴ്സ്, പ്രാസംഗികർക്കും ഒക്കെ ഇത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി മൂന്നാമത്തെ, ഈ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ടീച്ചേഴ്സിനും എന്തായിരിക്കും? ഉണ്ടാവേണ്ട ഒരു ഘടകമാണ്. മൂന്നാമത്താണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഇത്തരം ആൾക്കാർക്ക് ഈ റീസണിംഗ് ഇല്ലേ, കാൽക്കുലേറ്റ് ചെയ്യാനും നമ്പേഴ്സ് വെച്ച് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുകൾ വളരെ കൂടുതലായിരിക്കും. ഇനി നാലാമത്താണ് ബോഡി കൈനേസ്തെറ്റിക് ഇന്റലിജൻസ്, കായിക അഥവാ ചാലക ബുദ്ധി. ഇത്തരം ബുദ്ധിയുള്ള ആൾക്കാർക്ക് അവരുടെ മൈൻഡ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് ബോഡി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഡാൻസേഴ്സും അത്ലറ്റ്സും ഒക്കെ ഈ ഒരു കൂട്ടത്തിലാണ് വരിക. ഇനിയോ നാലാമത്തതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അഥവാ വ്യക്ത്യാന്തര ബുദ്ധി. എന്താണ് വ്യക്ത്യാന്തര ബുദ്ധി? ഈ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ സൈക്യാട്രിസ്റ്റ് അവരുടെ ഒക്കെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ കൗൺസിലേഴ്സ്, ഇത്തരം ആൾക്കാർക്കൊക്കെ മറ്റു വ്യക്തി അല്ലെ, തന്റെ മുന്നിൽ ഇരിക്കുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക തരം കഴിവുണ്ടാവും. ഓപ്പോസിറ്റ് ഉള്ള ആളെ നല്ല രീതിക്ക് കേട്ടിരിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു കഴിവ് ഇത്തരം ആൾക്കാർക്ക് കൂടുതലായിരിക്കും. അതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, അതായത് മറ്റൊരാളോട് സംസാരിക്കാനുള്ള, എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇനി നോക്കൂ, അഞ്ചാമത്തതാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. മലയാളത്തിൽ അതിനെ വൈയക്തിക ബുദ്ധി എന്ന് പറയും. ഈ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എഴുത്തുകാരുണ്ടാവില്ലേ, ഈ റൈറ്റേഴ്സിനും ഒക്കെ ഈ ഒരു ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലായിരിക്കും. അവരോട് തന്നെ എന്ത് ചെയ്യുക? സംസാരിക്കാം. ഇനി ആറാമത്തതാണ് മ്യൂസിക്കൽ അഥവാ റിതമിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, ഈ റിതംസ്, താളബോധമുള്ള ആൾക്കാർ, ട്യൂണൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ആൾക്കാർ, സംഗീതം ആലപിക്കാനും അത് ആസ്വദിക്കാനും കഴിവുള്ളവരും ഒക്കെ ഈ മ്യൂസിക്കൽ അല്ലെങ്കിൽ റിതമിക് ഇന്റലിജൻസിലാണ് വരിക. ഇനി ഏഴാമത്തതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. എന്താണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? പേര് തന്നെ ഉണ്ട്. നമ്മുടെ ഈ ഗാർഡനർ അതുപോലെ തന്നെ ബയോളജിസ്റ്റുകളൊക്കെ ഉണ്ടാവൂലേ, അപ്പം ഇത്തരക്കാരുടെ പ്രത്യേകത എന്താ? അവർക്കൊരു ചെടിയെ കണ്ടാൽ ഇത് ഏത് സ്പീഷ്യസ് ആണ്, അല്ലെങ്കിൽ ഈ ചെടിയുടെ സയന്റിഫിക് നെയിം എന്താണ്, ഈ ചെടി ഏത് വർഗത്തിൽ പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക്
പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിലുള്ള ഇപ്പൊ ചെടികള്, പൂക്കള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അറിവുള്ള ആൾക്കാർക്കാണ് നമ്മൾ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയാം. ഈ ഗാർഡനിസ്റ്റും അതുപോലെ തന്നെ ബയോളജിസ്റ്റുകളൊക്കെ ഇതിലാണ് വരിക. ഇനി എട്ടാമത്തതാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ മലയാളത്തില് അസ്തിത്വ ബുദ്ധി എന്ന് പറയും. എന്താണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്? എക്സിസ്റ്റൻസ് അത് നമ്മൾ ഇംഗ്ലീഷിൽ ദ മീനിങ് ഓഫ് എസെൻസ് എന്ന് പറയും. നമ്മുടെ അസ്തിത്വം, നമ്മൾ ഈ ഭൂമിയിൽ നിലനിന്ന് പോകാനുള്ള നമ്മുടെ ആ ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ എക്സിസ്റ്റൻസ് അഥവാ ഇവിടെയാണെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഈ 8 എണ്ണമാണ് ഹോവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ വരുന്നത്. അപ്പോൾ ഓരോന്നും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? വെർബൽ അഥവാ ലിംഗ്വിസ്റ്റിക്സ് ഇന്റലിജൻസ് ആണ്. അതെ, ഭാഷാപരമായ ബുദ്ധിയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം എന്താണ്? ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ്. അതെ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ആദ്യത്തെ നോക്കൂ, അഭിപ്രേരണ. അഭിപ്രേരണയുടെ ഇംഗ്ലീഷ് എന്താ? നമ്മള് മോട്ടിവേഷൻ എന്ന് പറയും അല്ലേ? രണ്ടാമത്തത് അവബോധം. മൂന്നാമത്തതോ നമ്മുടെ വികാരം. ആൻഡ് ഡി അവസാനത്തതോ വിധി ന്യായം. ഇവിടെ ഉത്തരം വളരെ സിമ്പിൾ ആണ് അല്ലെ? മനഃശാസ്ത്രപരമായി ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി പ്രേരിപ്പിക്കുന്ന ആന്തരികാവസ്ഥയാണ് നമ്മൾ അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് വരിക? മോട്ടിവേഷൻ ആണ് വരിക അല്ലെ? ഒന്നുകൂടെ ചോദ്യം നോക്കൂ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയ, അതന്നെയല്ലേ ഇത്? ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഘടകത്തെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയാം. നമുക്കറിയാം ഈ മോട്ടിവേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നും ഒന്നാമത്തേതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പൊ രണ്ടാമതായിരിക്കും എന്തായിരിക്കും? ഒന്ന് ഇൻട്രിൻസിക് ആണ്, അപ്പൊ രണ്ടാമത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതായത് ഈ ഇൻട്രിൻസിക് മോട്ടിവേഷനെ നമ്മൾ ആന്തരിക അഭിപ്രേരണ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ എക്സ്ട്രിൻസിക് മോട്ടിവേഷനെയോ ബാഹ്യ അഭിപ്രേരണ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ആ ഒരു മോട്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ അഭിപ്രേരണയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ കേട്ടറ്റ് എക്സാം പാസ്സാവണം, അല്ലെങ്കിൽ LP UP പരീക്ഷ പാസ്സാവണം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലേ? നമുക്ക് എന്താവണം? ടീച്ചർ ആവണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, ഫ്യൂച്ചറിൽ സ്റ്റേബിൾ ആവണം, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഭിപ്രേരണ. അപ്പൊ ഇത്തരം ഒരു അഭിപ്രേരണ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? നമ്മൾ വർക്ക് ചെയ്യും അല്ലേ? നന്നായിട്ട് പഠിച്ച് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പഠിച്ച് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടും. അപ്പം ആ ഒരു മോട്ടിവേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. എന്നാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളോട് ഒരാൾ പറയാണ്, നീ ആ പരീക്ഷ ജയിച്ചാ നിനക്ക് ഞാനൊരു കാറ് വാങ്ങിത്തരാം, അല്ലെങ്കിൽ നീ ആ പരീക്ഷ ജയിച്ചാൽ ഞാൻ നിനക്കൊരു സ്വർണത്തിന്റെ മാല വാങ്ങിത്തരാം എന്ന് പറയുന്നു. അപ്പം ബാഹ്യമായിട്ടുള്ള പുറത്തുനിന്നുള്ള ഒരാളുടെ പ്രേരണ മൂലം അത് കിട്ടുമല്ലോ എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിക്കുന്നു. അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അഥവാ ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മളിപ്പോ വീട്ടിലൊക്കെ നമ്മുടെ അച്ഛനോ അമ്മയോ എക്സാംസ് ഒക്കെ വരുമ്പോൾ ഇല്ലേ, ഫുൾ A+ വാങ്ങിയാൽ ഞാൻ ഇത് വാങ്ങിത്തരും, അല്ലെങ്കിൽ ഈ എക്സാം പാസ്സായാൽ ഞാൻ ഇത് വാങ്ങിത്തരും എന്നൊക്കെ ഓഫർ ചെയ്യും. അപ്പം അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പം മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് നമ്മളിലെ ബാഹ്യമായ പുറത്തുനിന്നുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് ആ ഓഫർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇരുന്ന് പഠിക്കും അല്ലേ? അപ്പം രണ്ട് തരത്തിലാണ് മോട്ടിവേഷൻ ഉള്ളത്. ഒന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷനും രണ്ടാമത്തത് വരുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ആണ്. നോക്കൂ, ഓപ്ഷൻ ബിയിലെ അവബോധം അഥവാ പെർസെപ്ഷൻ എന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ തലച്ചോറ് വിശകലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ?
നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മളുടെ ടച്ച്, ഫീല്, ടേസ്റ്റ്, ലിസണിങ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ അല്ലെ വിഷ്വൽ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ അനുഭവം, ആ പെർസെപ്ഷനെയാണ് നമ്മൾ അവബോധം എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സിയോ, വികാരം അല്ലെങ്കിൽ ഇമോഷൻ. ഇമോഷൻ എന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരു പ്രത്യേക അവസ്ഥയാണ് അല്ലെ. നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരു പ്രത്യേക അവസ്ഥയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. അതും ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ട് വരാൻ ചാൻസ് ഇല്ലാത്തതാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, വിധിന്യായം അഥവാ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. കാര്യങ്ങളെ വിലയിരുത്തി തീരുമാനമെടുക്കുന്ന ബുദ്ധിപരമായ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിധിന്യായം അഥവാ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതും ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതുമായ ചാലക ശക്തി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്, അഭിപ്രേരണയാണ്. ഇപ്പൊ ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം അവബോധമായാലും നമ്മുടെ ഇമോഷൻസ് ആയാലും ഇനി നമ്മുടെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ വിധിന്യായമായാലും എല്ലാം നമ്മുടെ ലക്ഷ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷൻ തന്നെയാണ്. അത് ഇൻട്രിൻസിക്കും ആവാം അല്ലെങ്കിൽ എക്സ്ട്രിൻസിക്കും ആവാം. അപ്പം ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് എന്ത്, നമ്മുടെ അഭിപ്രേരണ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് അഭിപ്രേരണയാണ്. അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു, ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഇതിൽ ഊന്നൽ നൽകുന്നത്? ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കൂ, പഠനാന്തരണമാണോ, അനുഭവാധിഷ്ഠിത പഠനമാണോ, നിരീക്ഷണ പഠനമാണോ, അല്ലെങ്കിൽ ആശയ പഠനമാണോ? എന്താണ് ഓപ്ഷൻ എ? പഠനാന്തരണം. ഈ പഠനാന്തരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങൾ മറ്റൊരു ഘട്ടത്തിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പഠനാന്തരണം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൈക്കിൾ പഠിക്കുന്നു. നമ്മൾ സൈക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടി ഓടിക്കാൻ ബാലൻസ് കിട്ടുമെന്ന് പറയാറില്ലേ? പിന്നെയോ നമ്മൾ ഈ മാത്സ് നന്നായിട്ട് അറിയുന്ന ഒരു കുട്ടിക്ക് ഇപ്പൊ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും കാര്യങ്ങൾ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. നമ്മൾ മറ്റൊരു അവസരത്തിൽ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, വേറൊരു അവസരത്തിൽ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പഠനാന്തരണം എന്ന് പറയുന്നത് ഇല്ലേ? നമ്മൾ അഡിഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഒക്കെ പഠിച്ച കുട്ടിക്ക് അതൊക്കെ ബേസ് ആണ്. മാത്സിലെ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും. അതായത് ഒരു ഘട്ടത്തിൽ പഠിച്ച കാര്യം നമ്മുടെ ലേണിങ്സ് നമ്മൾ മറ്റൊരു അവസരത്തിൽ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഇനി അപ്പം ഇതിൽ നിന്ന് ഉറപ്പാണ് ഇതല്ല ഇതിന്റെ ഉത്തരം. രണ്ടാമത്തെ നോക്കൂ, അനുഭവാധിഷ്ഠിത പഠനം. അതെ, ഇവിടെ ചോദ്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു, പിന്നെയോ ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എന്താണ് ഇതിൽ ഊന്നൽ നൽകുന്നത് ഇല്ലേ? നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്, അനുഭവിച്ചറിയുന്നത്, ഇതൊക്കെ നമ്മുടെ സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ അനുഭവാധിഷ്ഠിത പഠനമല്ലേ? നമ്മൾ എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, അനുഭവാധിഷ്ഠിത പഠനം. ഇനി ഓപ്ഷൻ സി, നിരീക്ഷണ പഠനം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു, നിരീക്ഷിച്ച്, വ്യക്തമായി നിരീക്ഷിച്ച് അതിനെ പഠിക്കുന്നു അല്ലെ? നമ്മൾ എക്സ്പെരിമെന്റിലൊക്കെ ഇതാണ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആശയ പഠനമാണ്. നമ്മൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ കണ്ടന്റ് മനസ്സിലാക്കി പഠിക്കുകയാണ്. പക്ഷെ ഇവിടെ ഉത്തരം വരെ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിലെ അനുഭവാധിഷ്ഠിത പഠനമാണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ വളർച്ചയും വികാസത്തിലും എന്ന മൊഡ്യൂൾ 1 വികാസത്തിൽ നിന്നുള്ള ചോദ്യമാണിത്. നോക്കൂ, ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. നമുക്കറിയാം വികാസത്തിന് ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയുണ്ട്? കോഗ്നിറ്റീവ് ഡയമെൻഷൻ, ബുദ്ധിപരമായ വികാസമുണ്ട്. പിന്നെയോ മോറൽ ഡെവലപ്മെന്റ് ഇല്ലേ, ധാർമ്മിക വികാസങ്ങളുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, സാമൂഹിക വികാസങ്ങൾ ഉണ്ട്. ഇങ്ങനെ വികാസത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വികാസം പഠിച്ചപ്പം വികാസത്തിന്റെ പ്രത്യേകതകളിൽ എടുത്തു പറയുന്ന കാര്യമാണ്
ഓരോ വികാസതലവും മറ്റൊരു വികാസതലത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അല്ലെ? ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോയാലോ. വികാസം പ്രവചനീയമാണ്. വികാസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണെന്ന്. അതാണോ ഈ ഓപ്ഷന്റെ ഉത്തരമായിട്ട് വരിക? അല്ല. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, ഇവിടെ വികാസം എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത് ശരിയാവാനുള്ള ഒരു ചാൻസ് ഇല്ലേ? ഈ ഒരു ചോദ്യത്തിന് ഈ ഉത്തരം ശരിയാവാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കും, നമുക്ക് നോക്കാം. പിന്നെയോ വികാസം ഗതി നിയമം പാലിക്കുന്നു. അതാണോ? പിന്നെയോ വികാസം അനുസ്യൂതമാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇതൊക്കെ വികാസത്തിന്റെ പ്രത്യേകതകളാണ്. എന്നാൽ ഈ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരിക. നമുക്കൊന്ന് ഡീറ്റെയിൽസ് നോക്കാം. വികാസത്തിന്റെ വിവിധ വശങ്ങളായ സാമൂഹികം, മാനസികം, വൈകാരികം എന്നിവ പരസ്പരം ഇഴചേർന്നാണ് എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത് എന്ന തത്വമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശാരീരികമായ വളർച്ചയും ആരോഗ്യവും അയാളുടെ മാനസിക വളർച്ചയെയും ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യും? തിരിച്ചും എന്ത് ചെയ്യും? സംഭവിക്കും. ഇവയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ വികാസം അന്തർബന്ധിതമാണ് അഥവാ ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. അപ്പൊ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമ്പർ 7ാമത്തെ ചോദ്യമാണ്. ഗൃഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു. വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും കുട്ടിയെ ശിക്ഷിക്കുന്നു എന്ന നിർണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ചിന്തയെ വിളിക്കുന്ന പേരെന്ത്? അപ്പം ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യാത്തതിന് ടീച്ചർ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുകയാണ്. പിന്നെയോ മാർക്ക് കുറഞ്ഞതിന് വേറൊരു ടീച്ചറും ഈ കുട്ടിയെ ശിക്ഷിക്കുന്നു. അപ്പൊ കുട്ടി കണ്ട 2 ടീച്ചർമാരും കുട്ടിയെ എന്താണ് ചെയ്തിട്ടുള്ളത്? ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കുട്ടി ഒരു നിർണയത്തിൽ എത്തിച്ചേരാണ്, എല്ലാ ടീച്ചർമാരും എന്ത് ചെയ്യും? ശിക്ഷിക്കുന്നവരാണ് എന്നൊരു നിർണയത്തിൽ എത്തിച്ചേരാണ്. ഈ ഒരു നിർണയത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ യുക്തിചിന്തയാണോ? ഓപ്ഷൻ ബി പ്രശ്നപരിഹാരമാണോ? ഓപ്ഷൻ സി അന്വേഷണമാണോ? അല്ലെങ്കിൽ ഓപ്ഷൻ ഡി സർഗപരത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആണോ എന്നാണ്. ഏതാ? ആദ്യത്തെ നോക്കൂ, യുക്തിചിന്ത. എന്തായാലും പ്രശ്നപരിഹാരമല്ല, അന്വേഷണമല്ല, സർഗപരതയും അല്ല. ഇതിവിടെ മോസ്റ്റ് ചാൻസ് വരുന്നത് യുക്തിചിന്തയ്ക്കാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പൊ പ്രത്യേക അനുഭവങ്ങളിൽ നിന്നും തെളിവുകളിൽ നിന്നും പൊതുവായ നിഗമനത്തിൽ എത്തിച്ചേരുന്ന പ്രക്രിയയാണ് നമ്മൾ റീസണിങ് അഥവാ യുക്തിചിന്ത എന്ന് പറയുന്നത്. ഒരു പ്രത്യേക തെളിവിന്റെ അടിസ്ഥാനത്തിലോ അല്ല നമ്മുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലോ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകമായിട്ടുള്ള ഒരു നിർണയത്തിൽ അല്ലെങ്കിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഇതിനെയാണ് നമ്മൾ യുക്തിചിന്ത അഥവാ റീസണിങ് എന്ന് പറയാം. ഇവിടെ ഈ ഒരു ചോദ്യം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എല്ലാ ടീച്ചർമാരും കുട്ടിയെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടി കണ്ട 2 ടീച്ചർമാരും എന്ത് ചെയ്യുന്നു? കുട്ടിയെ ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും അല്ല, കുട്ടി 2 ടീച്ചർമാരെയാണ് കണ്ടത്. ഈ 2 ടീച്ചറും കുട്ടിയെ എന്താണ് ചെയ്തത്? ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് കുട്ടി പൊതുവായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്, എല്ലാ ടീച്ചർമാരും എന്ത് ചെയ്യും? നമ്മളെ ശിക്ഷിക്കുന്നവരാണ്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള യുക്തിചിന്തയാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ യുക്തിചിന്തയ്ക്ക് നമുക്ക് റീസണിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ റീസണിങ് 2 തരത്തിലുണ്ട്. ആദ്യത്തേതാണ് ഇൻഡക്റ്റീവ് റീസണിങ്, രണ്ടാമത്തേതോ ഡിഡക്റ്റീവ് റീസണിങ്. ഇവിടെ ഇൻഡക്റ്റീവ് റീസണിങ്, നമുക്ക് ആദ്യം ഡിഡക്റ്റീവ് റീസണിങ് നോക്കാം. ആദ്യം നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് ആണ് നോക്കുന്നത്. ഈ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് പൊതുവായ കാര്യത്തിൽ നിന്നും നമ്മൾ ഒരു സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് എത്തുന്നു. നമ്മൾ ഇതിനെ ജനറൽ ടു സ്പെസിഫിക് എന്നാണ് പറയാ. എന്താ പറയാ? ജനറൽ ടു സ്പെസിഫിക്. ഫോർ
എക്സാമ്പിൾ നമ്മൾ പറയും ഓൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യും, മരിക്കും. സോ സോക്രട്ടീസ് ഇസ് എ മാൻ അല്ലെ, സോക്രട്ടീസ് ആരാണ്, ഒരു മനുഷ്യനാണ്. സോ സോക്രട്ടീസും എന്ത് ചെയ്യും, മരിക്കും. അപ്പൊ ഇവിടെ നമ്മള് ഒരു ജനറൽ കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. എന്താ, ഓൾ മെൻ ആർ മോർട്ടൽ. ഓൾ മെൻ ആർ മോർട്ടൽ. എല്ലാ മനുഷ്യന്മാരും മരിക്കും. പിന്നെയോ സോക്രട്ടീസ്. സോക്രട്ടീസ് ആരാ, സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. സോ സോക്രട്ടീസ് അപ്പൊ സോക്രട്ടീസ് എന്താണ്, മോർട്ടലാണ്. എല്ലാ മനുഷ്യന്മാരും മരിക്കും. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസും മരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി ഈ സ്പെസിഫിക്കിൽ എത്തിച്ചേരുകയല്ലേ ചെയ്തത്. ഇതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. ഒരു ജനറൽ കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇനി ഇൻഡക്റ്റീവ് റീസണിങ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കാണും, അതിന്റെ ബേസിൽ നമ്മളൊരു ജനറൽ കൺക്ലൂഷനിൽ എത്തും. എല്ലാം ഇങ്ങനെയാണ്, എല്ലാം അങ്ങനെ ആവണമെന്നുണ്ടോ, ഇല്ല. ഫോർ എക്സാമ്പിൾ ഈ ഡിഡക്റ്റീവ് റീസണിങ്ങില് സ്പെസിഫിക് ടു ജനറൽ ആണ് വരിക. കാര്യങ്ങൾ എപ്പോഴും സ്പെസിഫിക് ടു ജനറൽ ആയിരിക്കും. സ്പെസിഫിക് ടു ജനറൽ ആണ് കാര്യങ്ങൾ വരിക. ഇവിടെ ജനറൽ ടു സ്പെസിഫിക് ആണ്, മാറിപ്പോവരുത്. നോക്കൂ, ഇവിടെ ഉദാഹരണത്തിന് ഞാനൊരു അരയന്നത്തെ കണ്ടു, അല്ല വേണ്ട, ഞാനൊരു പ്രാവിനെ കണ്ടു. അപ്പൊ ഞാൻ കോഴിക്കോട് പോയി ഒരു പ്രാവിനെ കണ്ടു, ആ പ്രാവിന്റെ കളർ വെള്ളയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് പാലക്കാട് പോയി ഒരു പ്രാവിനെ കണ്ടു, അതിന്റെ കളറും വെള്ളയാണ്. അത് കഴിഞ്ഞ് ഞാൻ മലപ്പുറം പോയി, അവിടെ പ്രാവിനെ കണ്ടു, അതിന്റെ കളറും വെള്ളയാണ്. അപ്പൊ ഞാൻ കണ്ട സ്ഥലത്തൊക്കെ പ്രാവിന്റെ കളർ എന്താ, വെള്ളയാ. അപ്പൊ ഞാനൊരു നിഗമനത്തിൽ എത്തുകയാണ്, ഓൾ ഡോഗ്സ് ആർ വൈറ്റ്, എല്ലാ പ്രാവുകളും എന്താ, വെള്ള കളറുള്ളവയാണ്. അത് തെറ്റല്ലേ? അത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്, പക്ഷെ അതെന്താ, അത് തെറ്റാവാനുള്ള ചാൻസ് കൂടുതലാ. എല്ലാ പ്രാവിനും വെള്ള കളറാണോ? അല്ല. ഇവിടെ നമ്മൾ ഈ ചോദ്യത്തില് കുട്ടിക്ക് ഏത് തരം റീസണിങ് ആണ് സംഭവിച്ചത്? ഇൻഡക്റ്റീവ് റീസണിങ് അല്ലേ. കുട്ടി ഒരു ടീച്ചറെ കാണുന്നു, ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് കുട്ടിയെ എന്ത് ചെയ്യുന്നു, ആ ടീച്ചർ തല്ലുന്നു. ഇനിയോ മറ്റൊരു ടീച്ചർ ഇതേ കുട്ടിയെ മാർക്ക് കുറവായത് കൊണ്ടും എന്ത് ചെയ്യുന്നു, തല്ലുന്നു. അപ്പൊ കുട്ടി കണ്ട രണ്ട് ടീച്ചറും കുട്ടിയെ അടിക്കുകയാണ്. അപ്പൊ കുട്ടി നിഗമനത്തിൽ എത്താണ്, എല്ലാ ടീച്ചർമാരും എന്താ, ശിക്ഷിക്കുന്നവരാണ്. ഇവിടെ രണ്ട് സ്പെസിഫിക് സിറ്റുവേഷൻസിൽ നിന്നാണ് കുട്ടി ഒരു ജനറൽ ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത് അല്ലെ. എല്ലാ ടീച്ചർമാരും നമ്മളെ ശിക്ഷിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ എന്താണ് വരിക, ഇവിടെ ഇൻഡക്റ്റീവ് റീസണിങ് ആണ് ഇവിടെ കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ആഗമന യുക്തി എന്ന് എന്ത് ചെയ്യും, പറയും. അപ്പൊ ഇതിന്റെ ഉത്തരം വരിക ഏതാ, ഓപ്ഷൻ എ ആയിട്ടുള്ള യുക്തി ചിന്തയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവിങ് അല്ല, അന്വേഷണം ഇൻക്വയറി അല്ല, സർഗപരത കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയും അല്ല ഇത്. പകരം എന്താണ്, യുക്തിചിന്തയാണ്. ആ യുക്തിചിന്തയിൽ തന്നെയുള്ള ഇൻഡക്റ്റീവ് റീസണിങ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നോക്കൂ, 8ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത്. കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്താനേ പാടില്ല. ശരിയാണോ? അല്ല. പിന്നെയോ, കുട്ടികളെ അവരുടെ തെറ്റുകൾക്ക് കഠിനമായി ശിക്ഷിക്കണം. ശരിയായിരിക്കോ? ആവില്ലല്ലേ. നമുക്കൊരു ടീച്ചർ പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിച്ചു നോക്കാം. ശരിയായിരിക്കില്ല. കഠിനമായി ശിക്ഷിക്കണം. തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്. തെറ്റുകളൊക്കെ വരാം. നമുക്കത് 3 വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ശരി അതാണ് അല്ലേ. നമുക്കൊന്ന് നോക്കാം, ശരിയാണോ നോക്കാം. ഇനിയോ, തെറ്റുകൾ വരുത്തുന്നത് അസാധാരണമായ പ്രവൃത്തിയാണ്. തെറ്റുകൾ വരുത്താനേ പാടില്ല, അതൊരു അസാധാരണമായ പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. അതിനും ചാൻസ് ഉണ്ടോ വരാൻ? ഇല്ല. ഇനി നമ്മള്
ഇവിടെ മാർക്ക് ചെയ്തത് ശരിയാണോ നോക്കാം. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. നോക്കൂ, ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം അനുസരിച്ച് പഠനത്തിൽ തെറ്റുകൾ വരുത്താം. ഇല്ലേ? എന്താ നമ്മൾ അതിന് പറയാ? എറേഴ്സ് സ്വാഭാവികവും അനിവാര്യവുമായ ഒന്നാണ്. തെറ്റിൽ നിന്നാണ് കുട്ടി ശരി പഠിക്കുക അല്ലേ? ആദ്യം തെറ്റൊക്കെ പറ്റും. ആ തെറ്റ് തിരുത്തി പിന്നീടാണ് കുട്ടി എന്ത് ചെയ്യുക? ശരിയിലേക്ക് അല്ലെങ്കിൽ ഒരു കറക്റ്റ് വേയിലേക്ക് എത്തുക. ഒരു കുട്ടി ഒരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റുകൾ വരുത്തുന്നത് അയാൾ ആ പഠന പ്രക്രിയയിൽ സജീവമായിട്ട് ഇടപെടുന്നു എന്നതിന്റെ എന്താണ്? തെളിവാണ്. നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ എക്സാം പ്രിപ്പറേഷനൊക്കെ നടത്തുമ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യും അല്ലേ? ഈ സ്ട്രാറ്റജി ചിലപ്പോൾ ശരിയാവും അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല. ഒരു എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജി പാളിപ്പോയത്, അത് നമുക്ക് എന്ത് മിസ്റ്റേക്ക് ആണ് പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഇൻവോൾവഡ് ആയിരിക്കണ്ടേ? നമ്മൾ ആ പ്രക്രിയയിൽ സജീവമായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ തെറ്റ് കണ്ടുപിടിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും കഴിയുകയുള്ളൂ. നോക്കൂ, തെറ്റുകളിലൂടെയാണ് കുട്ടി തന്റെ ധാരണകളിലെ പിഴവുകൾ മനസ്സിലാക്കുന്നതും അവ തിരുത്തി ശരിയായ അറിവ് നിർമ്മിക്കുന്നതും എന്ന് എഡ്വേർഡ് തോൺലൈക്കിന്റെ ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി പറയുന്നുണ്ട്. എന്താ ട്രയൽ ആൻഡ് എറർ തിയറി പറയുന്നത്? എഡ്വേർഡ് തോൺഡേക്ക് ആണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത്. ട്രയൽ ആൻഡ് എറർ തിയറിയിൽ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. കുട്ടി തന്റെ ധാരണകളിലെ പിഴവുകൾ മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, അവ ശരിയാക്കി പഠനത്തിൽ മുന്നേറുന്ന പ്രക്രിയക്കാണ് നമ്മൾ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയാം. എഡ്വേർഡ് തോൺഡേക്ക് ആണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത്. സോ അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ് വരിക? നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ക്ലിയർ ആയില്ലേ? 8ാമത്തെ ചോദ്യം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്തത് ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ഒരു ടീച്ചർ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് രീതിയാണ് ഇതിനായി ടീച്ചർക്ക് സഹായകരമാകുന്നത്? അപ്പൊ ചില പ്രത്യേക വൈകല്യങ്ങളുള്ള കുട്ടിയെ പറ്റി പഠിക്കാൻ ഒരു ടീച്ചർ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് തരം രീതിയായിരിക്കും ആ കുട്ടിക്ക് സഹായകരമാവുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓപ്ഷൻ എ നോക്കൂ, പരീക്ഷണ രീതി, എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണ്. ഓപ്ഷൻ ബിയോ, അഭിമുഖം, ആ കുട്ടിയുമായിട്ട് നമ്മളൊരു ഇന്റർവ്യൂ നടത്താം. അപ്പൊ ശരിയാവോ? ആ കുട്ടിയെ പറ്റി ആഴത്ത് പഠിക്കാൻ പറ്റുമോ? ചാൻസ് ഇല്ലല്ലേ? നമുക്ക് നോക്കാം. കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി? നമ്മൾ ബി.എഡിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കേസ് സ്റ്റഡി ചെയ്തതായിരിക്കും അല്ലേ? അപ്പം എന്താ കേസ് സ്റ്റഡി നോക്കിയാലോ? അതിനിടയ്ക്ക് ഓപ്ഷൻ ഡി കൂടെ നോക്കാം, നിരീക്ഷണ രീതി. നമ്മൾ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യാം. ഇതും ആവാൻ ചാൻസ് ഇല്ല. പിന്നെ പരീക്ഷണ രീതി, ഓപ്ഷൻ എ എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണ്. നമുക്ക് ആ കുട്ടിയെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുമോ ജീവനുള്ള ഒരു കുട്ടിയെ വെച്ചിട്ട്? അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് നമുക്കറിയാലോ. അപ്പം ഇതിൽ വരാൻ ചാൻസ് ഏതാ? കേസ് സ്റ്റഡി ആണ്. നമുക്ക് നോക്കാം കേസ് സ്റ്റഡി ആണോ എന്ന്. എന്തുകൊണ്ട് കേസ് സ്റ്റഡി ആവുന്നു നോക്കാം. മനഃശാസ്ത്രത്തിൽ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കുറിച്ചോ ഏറ്റവും സമഗ്രവും ആഴത്തിലും ഉള്ളതുമായിട്ടുള്ള പഠന രീതിയാണ് കേസ് സ്റ്റഡി. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകതയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ, ആഴത്തിലും സമഗ്രമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക? കേസ് സ്റ്റഡി എന്ന് പറയുക. പ്രശ്നക്കാരായ കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ അവരെ പ്രോബ്ലം ചിൽഡ്രൻസ് എന്ന് വിളിക്കും. പഠന പിന്നോക്ക അവസ്ഥയുള്ളവർ അല്ലെങ്കിൽ അസാമാന്യ കഴിവുകളുള്ളവരുമാവാം. എന്നിവരുടെ പശ്ചാത്തലം, കുടുംബം, പെരുമാറ്റം എന്നിവ സൂക്ഷ്മമായി ഈ രീതിയിൽ എന്ത് ചെയ്യും? സഹായിക്കും. നമ്മൾ കേസ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാക്കും അല്ലേ? ഈ ക്വസ്റ്റ്യനേഴ്സിൽ വഴി നമ്മൾ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കും. കുട്ടിയുടെ വീട്ടിൽ നിന്ന് വരുന്ന ആ ഒരു പശ്ചാത്തലം എങ്ങനെയാണെന്ന് നോക്കും. അച്ഛൻ, അമ്മ, എങ്ങനെ ഏത് സൊസൈറ്റിയിൽ നിന്നാണ് കുട്ടിയെ വരുന്നത് തുടങ്ങി കുട്ടിയുടെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ടും പശ്ചാത്തലവും നമ്മൾ ഈ കേസ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കും. കുട്ടി മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിർത്തി പോകുന്നത്, കുട്ടിയുടെ സ്വഭാവ രീതി, കുട്ടിയുടെ ഇന്റലിജൻസ്, കുട്ടിയുടെ പ്രത്യേകതരം ക്യാരക്ടേഴ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ
ഈ കേസ് സ്റ്റഡി വഴി എന്ത് ചെയ്യും? മനസ്സിലാക്കിയെടുക്കും. കുട്ടിയുടെ മുൻകാല ചരിത്രം, സാമൂഹിക ചുറ്റുപാടുകൾ, ശാരീരിക മാനസിക അവസ്ഥകൾ എന്നിവ ഇതിലൂടെ ശേഖരിക്കാൻ ആർക്ക് കഴിയും? അധ്യാപകർക്ക് കഴിയും. ഓപ്ഷൻ എയിലെ പരീക്ഷണ രീതി അഥവാ എക്സ്പെരിമെന്റൽ മെത്തേഡ് നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തി പഠനം നടത്തുന്ന ശാസ്ത്രീയ രീതിയാണ് അല്ലെ. നമുക്കറിയാം എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്നൊക്കെ ഒരു ലാബിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള അല്ലെ ഒരു എന്താ പറയാ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ നിന്നാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാം. ഒരു ജീവനുള്ള വ്യക്തിയെ വെച്ച് നമുക്ക് ഈ ഒരു കാര്യം പഠിക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി ഓപ്ഷൻ ബിയോ അഭിമുഖം അഥവാ ഇന്റർവ്യൂ ആണ്. അപ്പം ചോദിച്ചറിയാൻ കുട്ടിയെ പറ്റി നമുക്ക് നേരിട്ട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും എന്താ ഈ ഒരു അഭിമുഖം എന്ന് പറയുന്നത് കേസ് സ്റ്റഡിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ നേരിട്ട് ചോദിച്ചാൽ ആ കുട്ടിയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ കേസ് സ്റ്റഡിന്റെ ഉള്ളിൽ വരുന്ന ഒരു സംഭവമാണ് ഈ അഭിമുഖം അഥവാ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡിയിലെ നിരീക്ഷണ രീതിയോ, കുട്ടിയുടെ സ്വാഭാവിക പെരുമാറ്റം നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ആഴത്തിലുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നിരീക്ഷണ രീതി ഉപയോഗിച്ച് നമുക്ക് കുട്ടിയുടെ സ്വഭാവ രീതികൾ എങ്ങനെയാ, കുട്ടി എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഇന്ററാക്ഷൻ സ്റ്റൈലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ കുട്ടിയെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള കേസ് സ്റ്റഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് 10 ക്വസ്റ്റ്യൻസ് 2024 കേട്ടറ്റ് കാറ്റഗറി 1 ഏപ്രിൽ നടന്ന എക്സാമിന് ചോദിച്ച ആദ്യത്തെ അല്ലെങ്കിൽ 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ വിവിധതരം കൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക് യു ഓൾ.